ായി അമ്പു തൊടുക്കുമ്പോൾ കണ്ണു മിഴിക്കുകയും ചന്ദൻ അവിടെ കൽപ്രതിമയായി മാറുകയും ചെയ്തു. ചന്ദനെ തിരക്കി വന്ന ഭാര്യ കല്ലായി മാറിയ ചന്ദനെയും പനയ്ക്കു മുകളിലിരുന്ന് കള്ളു കുടിക്കുന്ന വൃദ്ധനായ ഒരാളെയും കണ്ടു. ഒരു അപ്പൂപ്പനെ എന്ന പോലെ മുത്തപ്പ എന്ന് വിളിച്ചു തൻ്റെ ഭർത്താവിൻ്റെ അപരാധം ക്ഷമിച്ച് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ ആ ദിവ്യ സ്വരൂപം ചന്ദൻ്റെ ജീവൻ തിരിച്ചു നൽകി എഴുന്നേൽപ്പിച്ചു. അവരാണ് ആദ്യം മുത്തപ്പന് പൈങ്കുറ്റി നേർന്നത്. അവർ കള്ളും പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ടമീനും നൈവേദ്യമായി അർപ്പിച്ചു. അങ്ങനെ മുത്തപ്പൻ കുന്നത്തൂർ വസിക്കണമെന്ന് അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അതാണ് കുന്നത്തൂർ പാടി. അവിടെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പൊയ്ക്കണ്ണണിഞ്ഞ മുത്തപ്പന് തുണയായി വിഷ്ണു ചൈതന്യമായി വെള്ളാട്ടം പ്രത്യക്ഷപ്പെടുകയും മുത്തപ്പൻ്റെ കൈപിടിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. തൻ്റെ അവതാര ലക്ഷ്യത്തിനായി മുത്തപ്പൻ പിന്നെ കുന്നത്തൂർ പാടിയിൽ നിന്നും ഒരു അമ്പ് തൊടുക്കുകയും